ആരുടെ തേപ്പാണ് ഏറ്റവും നല്ലതെന്ന് കേട്ടോ. ഇത് കണ്ടല്ലോ, നമ്മുടെ കുളത്തിൽ ഫുള്ള് വെള്ളം നിറച്ചിട്ടിരിക്കുവാണ്. ആമ്പലൊക്കെ കിളുത്ത് വരുന്നുണ്ട്. ഹലോ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. എൻ്റെ പേര് സെബിൻ സിറേക്ക്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫിഷിംഗ് ഫ്ലെക്സ്. ഞാനും ഉണ്ട്, ജിനോചാസിനുണ്ട്. ഞങ്ങളിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ടല്ലോ, നമ്മുടെ വാട്ടർഫോളിന്റെ പണി തുടങ്ങാൻ വേണ്ടി പോവാണ്. ഇവിടുന്ന് ഏകദേശം കറങ്ങി ഇവിടം വരെയാണ് നമ്മുടെ വാട്ടർഫോൾ വരുന്നത്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ വലിയ ഐഡിയ ഒന്നുമില്ല. ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള ഒരു പ്ലാനിൽ നിങ്ങൾ ചെയ്യാൻ വേണ്ടി പോവാണ്. ഇത് ഇന്ന് തുടങ്ങിയാൽ എത്ര ദിവസം കൊണ്ട് തീരുമെന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു സൈഡിൽ നിന്നാണ് വാട്ടർഫോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് പ്ലാൻ പറയാം എന്താണെന്ന്. ഇതിപ്പോൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ നമ്മുടെ കുളത്തിൽ നല്ല താഴ്ചയുണ്ട്, നല്ല വെള്ളമുണ്ട്. അപ്പൊ നമ്മുടെ കുളത്തിൽ ഇത് കണ്ടോ, ഈ വരുന്നത് നമ്മുടെ ഫിൽറ്ററിന്റെ ഔട്ട്പുട്ട് ആണ്. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഈ ഒരു ഫിൽറ്ററിന്റെ ഔട്ട്പുട്ടിനെ ഇവിടുന്ന് മാറ്റിയിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് കൊടുത്തിട്ട് നേരെ നമ്മൾ ഈ വെള്ളച്ചാട്ടത്തിന്റെ ഇവിടെ ഒഴുക്കും. അതിനുശേഷം ഇവിടുന്ന് വെള്ളം ഒഴുകി പല പല സ്ഥലങ്ങളിൽ കൂടെ നമ്മുടെ കുളത്തിലേക്ക് വീഴും. അപ്പൊ ഇതിനകത്ത് ഏകദേശം ഇതുണ്ട്, നല്ല താഴ്ചയുണ്ട്. ഇതിനകത്ത് നമുക്ക് കുറെ മീനുകൾ ഇടാനായിട്ട് പറ്റും. അപ്പൊ ഇവിടെ സെറ്റ് ചെയ്യുമ്പോഴേക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു നാച്ചുറൽ ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ നല്ല രസമുള്ള ചെയ്യണമെന്നാണ്. ചെയ്ത് വരുമ്പോഴേക്കും എന്താണെന്ന് നമുക്ക് ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഇപ്പൊ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇത് കണ്ടോ, നമ്മൾ ഈ ഒരു സൈഡിൽ നിന്ന് കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കിടക്കുന്ന ചരലും സംഭവങ്ങളൊക്കെ മാറ്റി ഈ ഒരു സ്ഥലത്തിനെ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കുവാണ്. നിങ്ങൾ നോക്കുവാണെങ്കിൽ അവിടെ ഒരു കുറ്റിക്ക് നിൽപ്പുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ഇത് ഫുള്ള് ക്ലീൻ ചെയ്യാം. നമ്മുടെ വെള്ളച്ചാട്ടത്തിന്റെ ബേസ്മെന്റ് ചെയ്യാനുള്ള കോൺക്രീറ്റ് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ മെറ്റലും എംസാൻഡും സിമെന്റും ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനെ കുഴച്ചിട്ട് എത്രയും പെട്ടെന്ന് നമുക്ക് ബേസ് റെഡിയാക്കണം. അതിനുശേഷമാണ് നമ്മൾ മേളിലേക്ക് കിട്ടുന്നത്. അപ്പോൾ കുഴച്ചാലോ? അങ്ങനെയാണല്ലോ, ഏകദേശം 2.5 മണിക്കൂർ കൊണ്ട് നമ്മൾ കോൺക്രീറ്റ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ നോക്കുവാണെങ്കിൽ നമ്മൾ അടിയിൽ ഫുള്ള് കോൺക്രീറ്റ് ഇട്ടിട്ടുണ്ട്. ഇത് കണ്ടല്ലോ, ഇത് നമ്മൾ അവസാനം കുറച്ച് സിമെന്റ് പൊടിയും കൂടി ഇട്ടിട്ട് ഇത് ഫുള്ള് ഒന്ന് ചൂലും കൊണ്ട് അടിച്ച് ഒന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടി പോവാണ്. അതിനുശേഷം ഇത് ഉണങ്ങി കഴിഞ്ഞിട്ട് വേണം നമുക്ക് സൈഡിൽ കട്ട കെട്ടാനായിട്ട്.
അങ്ങനെയുണ്ടല്ലോ, ഇന്നിപ്പോൾ എത്രാമത്തെ ദിവസമാണെന്ന് പോലും നമുക്ക് അറിയത്തില്ല. നമ്മുടെ മേജർ പണികളൊക്കെ കഴിഞ്ഞ് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം ഇപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്. ജിനോചാച്ചൻ്റെ ഈ ഒരു സൈഡ് കെട്ടി തീർത്തുകൊണ്ടിരിക്കുന്നു. എങ്ങനെയുണ്ട് മേസ്ത്രി പണി? പക്ഷെ എങ്ങനെയുണ്ട് സംഭവം? എങ്ങനെയുണ്ട്? കെട്ടിയത് കാണുമ്പോൾ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ. ഈ ഒരു സൈഡ് ഫുള്ള് ജിനോചാച്ചൻ നിന്ന് കെട്ടിയതാണ്. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഞാനും കെട്ടി തീർത്തു. അപ്പോൾ ഞാൻ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇത് കണ്ടല്ലോ, നമ്മുടെ വെള്ളം ഇങ്ങനെ അവിടുന്ന് ഒഴുകി സ്റ്റെപ്പായിട്ട് ഒഴുകി ഇവിടുന്ന് ഇങ്ങോട്ട് ഒഴുകി ഇതിലും വഴി വന്ന് ഇതിനകത്ത് നിറഞ്ഞ് ഫില്ലായതിനു ശേഷം ഒരുപോലെ ഇവിടുന്ന് താഴേക്ക് ഇങ്ങനെ ഒഴുകും. അതിനുശേഷം ഇതൊക്കെ കണ്ടോ, ഇവിടെയൊക്കെ നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതിനകത്തൊക്കെ നമ്മൾ ചെടി വെക്കും. ഇതുപോലത്തെ 2 സ്ഥലമുണ്ട്. പിന്നെ ഇതിനകത്ത് വേറെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. നമ്മുടെ പണി തീർന്നിട്ടില്ല, പണി ഇനിയുണ്ട്. നമ്മൾ ഫുള്ള് ഇന്ന് അടിച്ച് വൃത്തിയാക്കിയിട്ടിട്ടുണ്ട്. നാളെ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇത് ഫുള്ള് നമ്മൾ തേച്ചതിന് ശേഷം നമ്മൾ തേച്ചതിന് അന്ന് തന്നെയാണ് ഗ്രൗട്ട് അടിക്കുന്നത്. ആണോ? നമുക്കൊന്നും അറിയത്തില്ല കേട്ടോ, നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കിയാണ് നമുക്ക് ചെയ്യുന്നത്. അപ്പോൾ തേച്ചിട്ട് നമ്മൾ അന്ന് തന്നെ ഗ്രൗട്ട് അടിക്കും. പിന്നെ നമ്മൾ ഈ ഒരു സൈഡൊക്കെ നിങ്ങൾ കാണുമ്പോൾ ഇവിടെയൊക്കെ ഗ്യാപ്പ് ഉണ്ടോ, ഈ ഗ്യാപ്പിലൊക്കെ നമ്മൾ കുഞ്ഞ് ചെടിച്ചട്ടി വെച്ചിട്ട് ഫുള്ള് ചെടികൾ വെക്കും. കുറേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞായിരുന്നു ഹാങ്ങിങ് പ്ലാന്റ്സ് ചെയ്യാനായിട്ട്. നമ്മളത് കൺസിഡർ ചെയ്തിട്ടുണ്ട്. പറ്റുവാണെങ്കിൽ ഇതിൻ്റെ ഈ ഒരു സൈഡിലത്തെ നെറ്റിൽ നമ്മൾ കുറേ ഹാങ്ങിങ് പ്ലാന്റ്സ് ഒരു സൈഡ് ഏരിയ ഫുള്ള് നമ്മൾ വെർട്ടിക്കൽ ഗാർഡൻ ഈ ഒരു സൈഡിൽ ഫുള്ള് ചെയ്ത പ്ലാൻ ഉണ്ട്. അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾക്ക് ഇതുപോലത്തെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നാളെ നമ്മളിത് ഫുള്ള് തേക്കാൻ വേണ്ടി പോകണം കേട്ടോ. I feel nauseous, believe me. Never had a lot of shit come easy. Had to work hard, struggle just to be me. Had to rise up just so they could see me. Did what I had to do just to feed me. And what വേണ്ട നമ്മളുണ്ടല്ലോ, ഇന്നിപ്പോൾ എത്രാമത്തെ ദിവസം വെച്ചാൽ എല്ലാ ദിവസവും പണിയാണ്. ഒരാഴ്ചയായി നമ്മൾ തേപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തേപ്പിന്റെ കോമ്പറ്റീഷൻ നടക്കുമായിരുന്നു ഇവിടെ. ആരുടെ തേപ്പാണ് ഏറ്റവും നല്ലതെന്ന് കേട്ടോ. ഈ സൈഡ് ഞാൻ തേച്ചത്. അയ്യടാ അമ്മേ, ഈ 2 സൈഡ് മാറിക്കേ. 2 സൈഡിൽ തേപ്പ് നോക്കുക. തേപ്പിന്റെ അളവല്ല നോക്കണ്ടേ, ഫിനിഷ്. ഞാൻ കാണിച്ചത് ഇത് കണ്ടല്ലോ. ഇനി അവിടുത്തെ ഞാൻ മാറിക്കേ. മാറേ ഇങ്ങോട്ടോ. വേണ്ട എൻ്റെത് ഏതാണ് തേപ്പ് ഫിനിഷ്? അവിടെ വളഞ്ഞും വളഞ്ഞൊക്കെ അല്ലേ നല്ല ഭംഗിയായിട്ടുള്ളത്. അല്ലല്ല, അത് 2 പേര് നിന്ന് പണിത്. അപ്പൊ പപ്പ കൂടിയിരുന്നോ? പപ്പ കൂടിയില്ല. അതുപോലെ തന്നെ ഉണ്ടല്ലോ, എനിക്ക് കിട്ടിയ സ്ഥലം നോക്കിയേ. ഉടായിപ്പ സ്ഥലം വേണ്ടോ? ചെറിയൊരു ഭിത്തി, വലിയൊരു ഭിത്തി, അപ്പുറം വേറൊരു ഭിത്തി. ഓ, എന്നാ കഴിവാണോ ദൈവമേ. കാര്യം. പക്ഷെ അപ്പൊ എന്നെ ഇവിടുത്തെ മറ്റേ മൂത്ത മേസ്തിരിയായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഉണ്ടല്ലോ, നമ്മൾ കാണുന്ന പോലെ അല്ല കേട്ടോ, ഈ പണിയൊക്കെ നല്ല പാടുള്ള പണിയാണ്. ശരിക്കും ഈ വേരത്തൊക്കെ നിന്ന് പണി നടക്കാൻ സമ്മതിക്കണമല്ലേ. നമ്മൾ ചെയ്തോണ്ട് ഇവിടെ ഫുള്ള് സാധനമൊക്കെ ഇട്ടിട്ടാണ് പണിയുന്നത്. എന്നിട്ട് പോലും രാവിലെ വന്നിട്ട് ഇത്രയും സ്ഥലമാണ് തീർത്തത് കേട്ടോ. ഇത്രയും തീർത്തു. ഇനിയിപ്പോൾ നമുക്കിത് ഫുള്ളൊന്ന് തീർക്കാൻ പറ്റും. ഫുള്ള് ഒരു സൈഡ് തീർക്കാൻ പറ്റും. അതെ. ഇനിയിപ്പോൾ അല്ല, അവിടെ പിന്നെ എളുപ്പമാണ്. ഇവിടെ അയച്ചിട്ടുണ്ട്, ഈ ഒരു സൈഡ് അയച്ചിട്ടുണ്ട് പാട്. അവിടെയൊക്കെ പിന്നെ എളുപ്പമാണ്. അതിൻ്റെ മറുവശം ഈ സൈഡും പാടാം. എന്നാൽ ബാക്കി പറയാം. അങ്ങനെയുണ്ടല്ലോ, എത്രയോ ദിവസത്തെ പരിശ്രമത്തിന് ശേഷം നമ്മുടെ കുളത്തിൻ്റെ അല്ല നമ്മുടെ വാട്ടർഫോളിൻ്റെ പണി ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ട്. നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇത് എത്ര ദിവസം ജിനോച്ചൻ അറിയാമോ വെച്ചാൽ? ഇവർ വിചാരിക്കും നമ്മൾ ചുമ്മാ പറയുന്നതായിരിക്കും. അയ്യോ, കഴിഞ്ഞ 3 ദിവസമായിട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പണിയാണ്. അത് മാത്രമേ എനിക്ക് ഓർമ്മയുണ്ട്. അതിന് മുമ്പത്തെ നമ്മൾ എല്ലാ ദിവസവും ഇച്ചിരി പണിയാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ അല്ലേ, നമ്മൾ ഫുള്ള് പരുക്കം തേച്ച് ഇട്ടിരിക്കുവാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ മേളിൽ ഒരു ലെയർ ഗ്രൗട്ടും കൂടി അടിക്കണം. അതായത് ഐഡിയലി ഒരു 3-4 ദിവസം കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് വെള്ളം നിർത്താൻ പറ്റും. വെള്ളം നിർത്തുമ്പോൾ അറിയാം ഇതിൻ്റെ സിറ്റുവേഷൻ എന്താണെന്ന്. അപ്പോൾ നമ്മൾ തൽക്കാലം ഈ ഒരു വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുവാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
അല്ലെങ്കിൽ വീഡിയോയുടെ ലെങ്ത് കൂടി പോകും കേട്ടോ. ഇതിനകത്ത് നമ്മൾ ഇനി കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇതിനകത്ത് നമ്മൾ ഫിൽറ്റർ ചെയ്യാനുള്ള എല്ലാ സെറ്റപ്പും ചെയ്യും. അതുപോലെ തന്നെ കുറേ ഉരുളം കല്ലുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വെള്ളം കുറേ ഇങ്ങോട്ട് ഒഴുകി വരാനുള്ള സ്പേസൊക്കെ ഉണ്ടാക്കും. അതിനുശേഷം ഇതിനകത്ത് നമുക്ക് കുറച്ച് മീനുകൾ ഇടണം. അതായത് ആ മീനുകൾ കുളത്തിൽ പോകാത്ത രീതിയിൽ അവിടെ ഒരു നെറ്റ് വെച്ചിട്ട് നമുക്ക് ഇതിനകത്ത് കുറച്ച് മീനുകൾ ഇടണം. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ മീൻ ഇടാൻ നമ്മൾ ഇതുവരെ പ്ലാൻ ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. പിന്നെ ഇതിനകത്ത് വേറെ എന്തെങ്കിലുമൊക്കെ ഓപ്ഷൻസ് ആണ്. നമ്മുടെ കുറേ സബ്സ്ക്രൈബേഴ്സ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് ഇതിനകത്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ പറയും, നമ്മളതൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച്. നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ അങ്ങോട്ട് വൈൻഡ് അപ്പ് ചെയ്യാണ്. സ്മീ സെവൻസറേ ജിനാജ്. നിർത്തുമ്പോൾ ആരുടെ കയ്യിലാണോ അയാളാണ് ആദ്യം തീറ്റ കൊടുക്കുന്നത്. സ്റ്റാർട്ട്. നമ്മളുണ്ടല്ലോ നമ്മുടെ അരാത്തയ്മയുടെ കുളത്തിന്റെ സൈഡിലാണ് നിൽക്കുന്നത്. ഇതെന്റെ കൂട്ടുകാരുടെ പിള്ളേരാണ് കേട്ടോ. അപ്പോൾ ഇവർക്ക് അരാത്തയ്മനെ കാണണമെന്ന് പറഞ്ഞു, തീറ്റ കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളൊരു ഗെയിം കളിക്കാൻ വേണ്ടി പോകും. എല്ലാവർക്കും പേടിയാണ് കൊടുക്കാനായിട്ട് കേട്ടോ. ഇങ്ങനെ കൈയിട്ട് നിൽക്കുന്നേ ഉള്ളൂ. ഭയങ്കര വർത്താനക്കാരാണ്. ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് മാത്രം മിണ്ടാതിരിക്കുന്നതാണ്. ഒരു കാര്യം ചെയ്യാം, ഒരു കുഞ്ഞു ഗെയിമാണ്. ബോൾ പാസിംഗ് ഗെയിം കളിച്ചിട്ടുണ്ടോ സ്കൂളിൽ? ഇതിങ്ങനെ കയ്യിൽ പിടിക്കുക. ഇത് ഹാങ്കുട്ടന്റെ ടോയാണ് കേട്ടോ. മോൻ കൂടെ ഇങ്ങോട്ടേക്ക് വന്നു. എന്നിട്ട് നിങ്ങൾ ഇത് പാസ് ചെയ്ത് പോകണം. അപ്പോൾ ഞാൻ ഇങ്ങനെ അടിച്ചോണ്ടിരിക്കും. നിർത്തുമ്പോൾ ആരുടെ കയ്യിലാണോ അയാളാണ് ആദ്യം തീറ്റ കൊടുക്കുന്നത് കേട്ടോ. റെഡിയാണോ? ഞാൻ നോക്കുന്നില്ലേ, തുടങ്ങിക്കോട്ടെ. ഷോയ്ക്ക് മനസ്സിലായി കേട്ടോ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന്. ഓക്കെ, നമുക്ക് റെഡിയല്ലേ തീറ്റ കൊടുക്കാൻ? പേടിക്കണ്ട കേട്ടോ. അപ്പോൾ കാണിച്ചു തരാം. വളരെ സിമ്പിളാണ്. എന്നിട്ട് ഷോയ് ആടെ ലൈൻ കൊടുത്തോ. ഓക്കെ, എൻ്റെ മോളത് ഇവിടെ കയറുന്നു. എന്നിട്ട് ഇതിനകത്ത് നിന്ന് ഇഷ്ടമുള്ള പീസ് എടുത്തോ. കൈ നമുക്ക് കഴുകാം കേട്ടോ. എന്നിട്ട് ഇടല്ലേ ചേട്ടൻ പറയുമ്പോൾ ഇടാവുള്ളേ. ചേട്ടൻ മുക്കി പിടിച്ച കൈ. വരുന്നുണ്ട്. ഇങ്ങനെ കൈ നനയ്ക്കുകയും പോലെ ചെറുതായിട്ട് പൊക്കി. ഇനി പയ്യെ ഇട്ടോ. റെഡി, 1 2 3 സ്റ്റാർട്ട്. എങ്ങനെയുണ്ട്? പേടി പോയോ? ഹാർട്ട് ബീറ്റ് നോക്കട്ടെ, ഇങ്ങോട്ടെ നോക്കട്ടെ. ഭയങ്കര ധൈര്യശാലിയാണ് കേട്ടോ. മോളുടെ പേരെന്ന് പറഞ്ഞേ? അമ്മയാണ് നമ്മുടെ ഫസ്റ്റ് തീറ്റ കൊടുത്തിരിക്കുന്നത്. ഗുഡ് ജോബ്, താങ്ക് യു സോ മച്ച്. മീൻ ഇവിടെ കിടക്കാണ് കേട്ടോ. ഒന്നും കൊടുക്കാം. ഇപ്പൊ പേടി പോയില്ലേ? എന്നല്ല, ഇനി സിമ്പിൾ പരിപാടിയാണ് കേട്ടോ. നീ ഇങ്ങോട്ടേക്ക് വരിക, ഒന്നും കൂടെ അവിടെ കയറി നിൽക്കുക. എന്നിട്ട് വരട്ടെ കേട്ടോ. ഒന്നും കൂടെ ഇട്ട് ചെറുതായിട്ട് ഇളക്കി നമ്മൾ ഇവിടെ ഇട്ട്. മതി. വരുന്നുണ്ട്. റെഡി, 1 2 3 സ്റ്റാർട്ട്. കൊണ്ടുപോയി. പുള്ളി വളരെ ഈസി ആയിട്ട് കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ പേടി പോയില്ലേ? ഇനി കണ്ടല്ലോ, അരാപ്പയ്മ എന്ന് പറഞ്ഞ് മീൻ തീറ്റ കൊടുത്ത ആളാ. ചെറിയ ആളൊന്നും അല്ല. ഇനി ആരാ കൊടുക്കുന്നത് നമുക്ക് നോക്കാം കേട്ടോ. നമ്മുടെ റൂൾസ് എല്ലാം സെയിം തന്നെ. ഞാൻ തിരിഞ്ഞു നിൽക്കാവേ. ഇവൻ എനിക്ക് തോന്നുന്നുണ്ടല്ലോ ഇതെങ്ങനെയെങ്കിലും എന്റെ കയ്യിൽ വേണമെന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുന്ന ആളാണ് കേട്ടോ. കൊടുക്കാം. ഇഷ്ടമുള്ള പീസ് എടുത്തോ. എന്നിട്ട് വാലെ പിടിക്കുക. എന്നിട്ട് ഇവിടെ ഇട്ട് വെള്ളത്തിൽ ഇടുന്ന ഇളക്കിക്കുക ചെറുതായിട്ട്. മതി. അത്ര മതി. വരട്ടെ. ഒന്ന് വെള്ളത്തിൽ മുക്കി പിടിച്ച് ചെറുതായിട്ട്. അങ്ങനെ വെച്ചു. പയ്യെ പൊക്കരുത്. റെഡി. എന്റെ ഹാർട്ട് ബീറ്റ് ശരി. ഇതിന് ഇത്ര പേടിക്കുന്നത്? ഒരു കാര്യം ചെയ്തോ, നീ പൊക്കി എന്നാ അങ്ങോട്ട് ഇട്ടോ. അല്ല, ഒരു മിനിറ്റ് ഞാൻ പറയാം. ഞാൻ ഇപ്പൊ തരാവേ. ഞാൻ അവനെ വരുത്തിയിട്ട് തരാം. തണുത്തിരിക്കുവായിരുന്നല്ലേ? എന്നിട്ട് നമ്മൾ എന്നാ ചെയ്തേ? എന്തിനാ വെള്ളത്തിലിട്ടെ? പനി വരും. മീനിന് ജലദോഷം വരാതിരിക്കാൻ വേണ്ടി തണുത്ത കഴിച്ച് കഴിഞ്ഞാൽ ആർക്കാണെങ്കിലും ജലദോഷം വരും അല്ലേ? മീനിന് ജലദോഷം പിടിക്കോ? ശരിക്കും പിടിക്കോ?